like the first time. Every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can be. Oh, it's waking up and realizing I'm still in a dream. Oh, let's go wherever the wind blows. Fly away where only the stars go. There's no end in sight. Let's get lost in time.
ജസന്റെ വിവാഹ നിശ്ചയത്തിനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. എല്ലാവരും ഒരു സെലിബ്രേഷൻ ഫീലിംഗിൽ തന്നെയാണെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വാസ്തവമായിട്ട് ശുശ്രൂഷയെ മനോഹരമാക്കേണ്ടതുണ്ട്. ദൈവ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷ അനുകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾ സൈലൻസ് കീപ്പ് ചെയ്യണം. ഇതൊരു ആത്മീയമായ ശുശ്രൂഷയാണെന്ന് ആദ്യമേ ഓർപ്പിക്കണം. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിട്ട് ഈ ശുശ്രൂഷയിൽ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ നിശ്ചയ ശുശ്രൂഷയാക്കി തീർക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ഈ സമയത്ത് ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായിട്ട് ഇവാഞ്ചലിസ്റ്റ് തോമസ് മാത്യുവിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം ക്രിസ്ത്യൻ ബ്രദർ അസംബ്ലി പാലണ്ടയിൽ സേവനം ചെയ്യും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ജസൻ മോന്റെയും ധന്യമോളുടെയും വിവാഹ നിശ്ചയത്തിനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവകൃപയ്ക്കും കരുണയ്ക്കുമായി നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. എല്ലാവരും അവരിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ കണ്ണുകൾ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കുമായി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കളുടെ വിവാഹത്തിൻ്റെ എൻഗേജ്മെന്റ് നേരത്തെ ഇരു ഭവനങ്ങളും ഇരു സഭകളും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് പ്രകാരം ഇന്ന് ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കർത്താവെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഇരു ഭവനങ്ങളിലുമുള്ള മാതാപിതാക്കളെ കർത്താവ് സഹായിച്ചു. അവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം നൽകി വിദേശത്ത് പോകുവാനും വിടുവാനും കർത്താവ് സഹായിച്ചു. കർത്താവ് കൊടുത്തിരിക്കുന്ന ആത്മീയവും ഭൗമികവുമായിട്ടുള്ള എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ ആശീർവദിക്കുന്നതിനായിട്ട് അനുഗ്രഹിക്കുന്നതിനായിട്ട് കടന്നു വന്നിരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള ദൈവദാസന്മാര്, ദൈവമക്കള്, അതുപോലെ നിലമ്പൂരിന്റെ ഭാഗത്തു നിന്ന് വളരെയധികം ദൂരെ യാത്ര ചെയ്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും, അതുപോലെ ഇവിടെയുള്ള ധന്യയുടെ ഗൃഹത്തിലുള്ള പ്രിയപ്പെട്ടവര്, പാസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികള്, എല്ലാവരെയും, മാതാപിതാക്കൾ എല്ലാവരെയും, അവർ ക്ഷണിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് നോക്കി അനുഗ്രഹിക്കുമാറാകണം എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നന്മ തരുന്നത് ഞങ്ങളുടെ കർത്താവാണ്. ആലോചനയിൽ വലിയവനായ കർത്താവ് ഈ ആലോചനയിൽ കൂടെ ഇരുന്ന് സഹായിക്കുകയും നടത്തുകയും ചെയ്തതിനായിട്ട് സ്തോത്രം. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിട്ട് കർത്താവ് അനുഗ്രഹിച്ച് അടിയങ്ങൾക്ക് തന്നിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നടക്കുന്ന ഓരോ ശുശ്രൂഷകളും കർത്താവെ അവിടുത്തെ നാമ മഹത്വത്തിനൊത്തവണ്ണം നടക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുവാൻ, അത് ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നവര് ഭംഗിയായിട്ട് നിർവഹിക്കത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കണം, ആവശ്യമായ കൃപ കൊടുക്കണം എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുന്നു. തുടർന്ന് അടിയങ്ങളെ സഹായിക്കണമേ, അവിടുത്തെ കൃപകൾ കൊണ്ട് നിറയ്ക്കണം എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ചെയ്യപ്പെടുന്ന രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കാൻ പിതാവേ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഞാൻ ഒരു നിമിഷം എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് സമയമെടുക്കുന്നു. ഇന്ന് ഈ ഒരു ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും ആദരണീയരായ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ സിസ്റ്റർ ധന്യയും ബ്രദർ ജസനുമാണ്. നിങ്ങളെ പ്രത്യേകമായിട്ടും ഈ ഒരു വിവാഹ നിശ്ചയത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നതായ പ്രിയപ്പെട്ടവരായ ദൈവദാസന്മാർ ഓരോരുത്തരെയും ഓർക്കുന്നു. FGS സെമിനാരി എമരിറ്റസ് പ്രിൻസിപ്പൽ എൻ്റെ അധ്യാപകനാണ്. സാറിനെ പ്രത്യേകമായിട്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു പ്രത്യേക സന്ദേശം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ബോവസ് ടി ജോർജ്, ഡിവൈൻ ഏജ് ചർച്ച് ഡൽഹി. ഞാൻ പാസ്റ്ററെയും ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടൂർ വെഞ്ഞാടിൻ്റെ സീനിയർ പാസ്റ്റർ ഡോക്ടർ അലക്സി ജോർജ് പ്രത്യേകമായിട്ടും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരത്തെ നമുക്ക് പ്രാർത്ഥിച്ച ഇവാഞ്ചലിസ്റ്റ് തോമസ് മാത്യു നമ്മളോടുകൂടെ വേദിയിലായിരിക്കുന്നു. ദേവദാസിനെയും ദൈവം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ രണ്ട് വിഭാഗത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന
പ്രത്യേകിച്ച് പ്രിയ ധന്യയുടെയും ജസിന്റെയും പേരൻസിനെയും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ വിവാഹ നിശ്ചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഒത്തിരി പ്രിയപ്പെട്ടവര് ദൂരസ്ഥലത്ത് നിന്ന്, പ്രത്യേകിച്ച് നിലമ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് വളരെ നേരത്തെ തന്നെ എത്തി. നിങ്ങൾ ഒത്തിരി പ്രയാസപ്പെട്ട് കടന്നു വന്നിരിക്കുന്നു. ഫ്രണ്ട്സ് ആയിട്ട്, റിലേറ്റീവ്സ് ആയിട്ട്, ചർച്ച് മെമ്പേഴ്സ് ആയിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു വാക്കില് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ശുശ്രൂഷയെ ധന്യമാക്കുവാനായിട്ട് നമ്മളോടൊപ്പം പല ചർച്ചകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാസന്മാര് ഇവിടെ ആയിട്ടുണ്ട്. ദൈവദാസന്മാരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്. എല്ലാ ദൈവദാസന്മാരെയും വാസ്തവമായിട്ടും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാട്ടുകളിൽ കൂടെ നമ്മളെ ആരാധനയെ ലീഡ് ചെയ്യുവാൻ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് നമ്മളെ ഇവിടെ വിളിച്ച് കൂട്ടിയതിന്റെ ഉദ്ദേശം അറിയിക്കുന്നതിന് ധന്യയുടെയും അതുപോലെ തന്നെ ജസിന്റെയും ഭാഗത്തു നിന്ന് കടന്നു വന്ന ഏതെങ്കിലും രണ്ട് റെപ്രസെന്റേറ്റീവ്സ് രണ്ടുപേരും മുമ്പോട്ട് കടന്നു വന്ന് ഞങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം പ്രസ്താവിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. വിവാഹ നിശ്ചയത്തിന് വേണ്ടതായ കാര്യങ്ങളിൽ ഭവനക്കാരും തമ്മിൽ ഒരു ആലോചന കടന്നു വരികയും ആ ആലോചനയും പ്രകാരം സഭകളിൽ ഈ വിവരം അറിയിക്കുകയും അതിന് ഒരു തീയതി സഭയും ഉത്തരവാദിത്തപ്പെട്ട ഭവനക്കാരും കൂടെ ഒരുമിച്ച് എടുത്ത് ഈ ഏപ്രിൽ 25 വൈകുന്നേരം ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം നടത്താം എന്നുള്ള ആലോചനയിലേക്ക് കടന്നു വരികയുണ്ടായി. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ആണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ജസന്റെ ഭവനത്തെയും സഭയെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവനാമം ബോധപ്പെടുമാറാണ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലും സന്നിധിയിലായിരിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ ജസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ കാർമൽ കോട്ടേജിൽ ലേറ്റ് VK കുഞ്ഞത്തിൻ്റെയും ലേറ്റ് സൂസി കുഞ്ഞത്തിൻ്റെയും കൊച്ചുമകളും ജേക്കബിൻ്റെ മകളുമായ ധന്യാസ് ജേക്കബിൻ്റെയും മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഉള്ളൂർ പുത്തൻ പുരക്കൽ ശ്രീ ബിന്ദു വർഗീസിൻ്റെയും സാലി ബിന്ദുവിൻ്റെയും മകൻ ജസൻ ബിജുവിൻ്റെയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ പ്രാരംഭ ആലോചനകൾ നടക്കുകയും അതിൻ്റെ പൂർത്തീകരണത്തിനായി വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നത്. താങ്ക് യു. ജസൻ ബിജു ഫാമിലിയുമായിട്ട് വന്നിട്ട് ജസൻ ബിജു ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മിസ്റ്റർ ബിജു വർഗീസ് നെല്ലൂരിൽ ഒരു ബിസിനസ് ചെയ്യുന്നു. മിസ്സസ് സാലി ബിജു നെല്ലൂരിൽ മുനിസിപ്പൽ കൗൺസിലറാണ്. ജസൻ്റെ ബ്രദേഴ്സ് ജസ്റ്റിൻ അദ്ദേഹം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ജോയൽ ഒക്യുപേഷണൽ തെറാപ്പി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ വധുവിനെ സ്റ്റേജിൽ വിളിക്കുക. ധന്യ ജയിക്ക് കുടുംബമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരാമെങ്കിൽ ധന്യ സൂപ്പർവൈസറായിട്ട് TFL ലണ്ടനിൽ വർക്ക് ചെയ്യുന്നു. കുടുംബം മിസ്റ്റർ ജേക്കബ് പ്രൊവിൻഷ്യൻ അദ്ദേഹം ബിസിനസ് ചെയ്യുന്നു. മിസ്സസ് ജോഡിന ജേക്കബ് ഗവൺമെൻറ് നഴ്സിംഗ് ഓഫീസറാണ് ഡൽഹി. All that's left now is time.
നിലമ്പൂർ വില്ലേജിൽ ഉള്ളൂർ പുത്തൻപുരക്കൽ വീട്ടിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബിജു വർഗീസിൻ്റെയും മകനും ക്രിസ്ത്യൻ ബ്രദറൻ അസംബ്ലി പാലുണ്ട സഭാംഗമായ ജസൻ ബിജു പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ കർമേൽ കോട്ടേജ് വീട്ടിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജേക്കബ് കെൻ്റെയും മകളും അടൂർ വെനിയാട് ചർച്ച് സഭാംഗവുമായ ധന്യാസു ജേക്കബും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ആണ്ട് മെയ് മാസം 1-ാം തീയതി രാവിലെ 10:30 മണിക്ക് ക്രിസ്ത്യൻ ബ്രദറൻ അസംബ്ലി പാലുണ്ട സഭയുടെ ചുമതലയിൽ ഈഡൻ കൺവെൻഷൻ സെൻറ്റർ നിലമ്പൂരിൽ വെച്ച് നടത്തി വരൻ്റെ വീട്ടിൽ ഗൃഹപ്രവേശം ചെയ്യുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കരങ്ങളടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കാം. ഈ സമയത്ത് ഈ കുറി കൈമാറുന്നതിന് വേണ്ടി റെപ്രസെൻറ്റേറ്റീവ്സിനെ സ്വാഗതം ചെയ്യും. നമ്മുടെ ശുശ്രൂഷയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഒരല്പസമയം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്. പാസ്റ്റർ ബോവാസ് ടി ജോർജ് ഡിവൈൻ ഏജ് ചർച്ച് ഡൽഹിയിൽ നിന്ന് ദൈവദാസൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ദൈവത്തിൻ്റെ ദാസൻ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ശുശ്രൂഷയെ അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ട് ധന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം അങ്ങ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇന്ന് വീണ്ടും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനും ബലം പ്രാപിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദാസൻ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തിപരമായിട്ട് അത് കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാൻ ദൈവദാസനെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ ബലം നൽകി, പുതിയ കൃപ നൽകി, പുതിയ ശക്തി നൽകി ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കാനും ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾപ്പിക്കാനും പോകുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പാസ്റ്റർ ബോവാസ് ടി ജോർജ്. എല്ലാവരുടെയും സൗണ്ട് ഒന്ന് കേട്ടാൽ നല്ലതായിരിക്കും. ആഹാരം കഴിക്കുമ്പോൾ മാത്രം വാ തുറക്കാതെ കർത്താവിനെ ഇവിടെ നിന്ന് സ്തുതിക്കാനുള്ള അവസരമാണ്. എവരിബഡി ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രത്യേക അവസരത്തിൽ നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. സ്റ്റേജിലായിരിക്കുന്ന അധ്യക്ഷൻ, മറ്റ് ദൈവദാസന്മാർ, നിയുക്ത വധുവരന്മാർ, ഓഡിയൻസ്, പേരൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. നാം കൂടി വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തി ലെറ്റർ എഴുതി കൈമാറി പൊതുസഭയെ അറിയിച്ചു. ഇനി അവരുടെ വിവാഹം മെയ് മാസം 1-ാം തീയതി നിലമ്പൂരിൽ വെച്ച് നടത്തുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് നിങ്ങളെ ആഹ്വാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും അവർ കൊടുക്കുവാനായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുവചനത്തിലേക്ക് ഒരു അല്പനിമിഷങ്ങൾ, ഒള്ളി 10 മിനിറ്റിന് താഴെ സമയം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആത്മാവിൽ താല്പര്യപ്പെടുന്നു. പ്രിയ പൈതൽ ധന്യ ജനിച്ചു വളർന്നൊരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ കർത്താവിനെ ആരാധിച്ച് നാളുകളായി കേരളത്തിലും അതിനുശേഷം ചില വർഷങ്ങളായിട്ട് റീസെൻ്റ്ലി ലണ്ടനിലും അവിടെ ആയിരിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞാണ്. ജസന് ഒരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. നന്മയാണ് വിവാഹം കഴിഞ്ഞവർക്ക് ഭാര്യയെ കിട്ടുന്നത്. കിട്ടാത്തവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈബിളിൻ്റെ ആരംഭം, ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ഒരു വിവാഹത്തോടു കൂടിയാണ്. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് മറ്റൊരു വിവാഹത്തോടു കൂടിയാണ്. ഈ പുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം, പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആദ്യം ചെയ്ത മിർക്കിൾ, ഒന്നാമത്തെ അത്ഭുതം ഒരു കല്യാണ വീട്ടിലാണ്. ഇപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യോടൊന്നും വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് വലിയൊരു മെസ്സേജിന് അവസരമില്ലാത്തത് കൊണ്ട് അത്യാവശ്യമായി 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. വളരെ ദൂരത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരാണല്ലോ. നിലംകിഞ്ഞിനെയും കൂടെ കർത്താവ് അവർക്ക് ദാനം കൊടുത്തിരിക്കുന്നു. 2 ധന്യയുടെ വീട്ടിൽ ആമേൻ ഈ ഒരു മോളേ ഉള്ളൂ.
ബ്രദർ ജേക്കബ് ബ്രദറിൻ്റെ ഫാമിലിക്ക് ഒരു മോനെയും കൂടെ കർത്താവ് കൊടുത്തിരിക്കുകയാണ്. സന്തോഷമുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രികാലം 2 കുടുംബങ്ങളുടെ ആരംഭഘട്ടത്തിലേക്ക് ദൈവം അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. 1-ാം തീയതി നടക്കുന്ന വിവാഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം ശക്തമായി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇന്ന് ഒരു വാക്യം വായിച്ച് ഞാൻ ദൈവസ്ഥാനത്തിൽ ഇരിപ്പാൻ താല്പര്യപ്പെടുന്നു. ബുക്ക് ഓഫ് ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വേദഭാഗങ്ങളിൽ ഒന്ന് ഞാൻ തന്നെ വായിച്ച് ഒരു കാര്യം ഓർപ്പിച്ചിരിപ്പാൻ ആത്മാവിൽ താല്പര്യപ്പെടുന്നു. ഞാൻ ഡൽഹി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു സീനിയർ ശുശ്രൂഷനാണ്. ബ്രദർ ജേക്കബ് ആൻഡ് ഫാമിലി അവർ ഡൽഹിയിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭയോട് ബന്ധപ്പെട്ട് വന്നു. ഇവിടെ നാട്ടിൽ ഇവിടെ കർത്താവദാസനോടൊപ്പം ഇവിടെ ആരാധിക്കുന്നു. നമ്മളായിരിക്കുന്നിടത്തൊക്കെ ദൈവമക്കൾ പോകുന്നിടത്ത് ആരാധനയ്ക്ക് അത്യാവശ്യമാണല്ലോ. ഈ തരുണത്തിൽ ഡിവൈൻ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ഡൽഹിയിലുള്ള ആശംസകളും സഭയായിട്ടുള്ളത് അറിയിക്കുന്നു. ഒത്തിരി പേര് ഇവിടെ സഭയിൽ നിന്ന് വന്നിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന്. അവരുടെ നാമത്തിലും വരാത്തവരുടെ നാമത്തിലും ഞാൻ അതും ഈ തരുണത്തിൽ കൈമാറുന്നു. പ്രിയ പൈതൽ ധന്യയെ ഡൽഹിയിലാണ് സ്നാനപ്പെടുത്തിയത്, ഞാനാണ് സ്നാനപ്പെടുത്തിയത്. ഈ വിവാഹ എൻഗേജ്മെൻറ്റിലും ഒരുമിച്ചായിരിക്കുന്നതിലും വരുന്ന വിവാഹത്തിന് അറ്റൻഡ് ചെയ്യുന്നതിലും ഞാനും ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്നു. എൻ്റെ ഫാമിലി ഇവിടെയുണ്ട്. ഞങ്ങളുടെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. ഇവിടെ വായിക്കുന്നു 18-ാമത്തെ വാക്യത്തിൽ, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായി ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ സമയമില്ല. അതിൻ്റെ അടുത്ത ഒരു 1-2 വാക്യം വിട്ടിട്ട് എങ്കിലും മനുഷ്യന് തക്കതായി ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി. ഇവിടെ വായിക്കുമ്പോൾ ചില കേൾക്കുന്നവർക്ക് വിരസത പലപ്പോഴും തോന്നും. ഇത് തന്നെയാണോ പാസ്റ്റർമാർക്ക് പ്രസംഗിക്കാൻ? കർത്താവ് തുടങ്ങിയതല്ലേ, കർത്താവ് പറഞ്ഞതല്ലേ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുകയുള്ളൂ. വചനത്തിൽ തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതെൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയല്ലോ. ജസന്റെ വാരിയിലാണ് ധന്യ. അറിയില്ലേ? പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നത് എങ്ങനെയാണ്? ഒരു വാരിയലിന് വേണ്ടി ഇവിടുന്ന് നിലമ്പൂർ വരെ പോകേണ്ടി വന്നു. ദൈവം എവിടെയാണ് ഓരോരുത്തരെയും വാരിയിൽ ഇട്ടേക്കുന്നത് നാം പലപ്പോഴും അറിയുന്നില്ല. എൻ്റെ വൈഫിൻ്റെ വീട് പാലക്കാടാണ്, എൻ്റെ സ്വദേശം കുളത്തുപുഴയാണ്. അപ്പോൾ കുളത്തുപുഴയിൽ നിന്ന് പാലക്കാട് വരെ ഒരു വാരിയലിനെ തേടി പോകേണ്ടി വന്നു. അപ്പോൾ പലപ്പോഴും വളരെ ദൂരത്തിലൊക്കെ നമ്മൾ പോകേണ്ടി വരും. ചിലപ്പോൾ അടുത്തായിരിക്കും. അത് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അവരോട് ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നെങ്കിൽ അത് ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ വലിയൊരു ഭാഗ്യമായിട്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കൂടിയിരിക്കുന്ന ജനത്തോടും വിവാഹ വേദത്തിലെ വരും ദിവസങ്ങളിൽ പ്രവേശിക്കാൻ പോകുന്ന പ്രിയ കുഞ്ഞുങ്ങളോടും ദൈവത്തിന് പറയുവാനുള്ള, വചനത്തിൽ പറയുവാനുള്ളത് തക്കതായി ഒരു തുണ ദൈവം അവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരുക്കി കൊടുത്തു. തുടർന്നുള്ള അവരുടെ കുടുംബജീവിതത്തിൻ്റെ എല്ലാ ഭദ്രതയ്ക്കും അവരുടെ ആത്മീയ മുന്നേറ്റത്തിനും ഭൗതിക ആവശ്യങ്ങൾക്കും അവരുടെ കുടുംബജീവിതത്തിലും അവർ മുമ്പോട്ടുള്ള ഓരോ യാത്രകളിലും ദൈവം അവരെ സഹായിക്കുവാൻ കൂടിയിരിക്കുന്ന ദൈവമക്കളും ദൈവസഭയും ദൈവദാസന്മാരും ശക്തമായി പ്രാർത്ഥിക്കണം. ഇവിടെ പറയുന്നു, അവനൊരു ഗാഢനിദ്ര വരുത്തിയിട്ട് ആദമന് മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തിയിട്ട് അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരികളിൽ ഒന്നെടുത്തു. ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി വിശദീകരിക്കണം. പല വിധത്തിലുള്ള ഭാഗങ്ങളാണല്ലോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എങ്കിലും എല്ലായിടത്തും നമ്മൾ സമയം പാലിക്കുന്ന ഒത്തിരി സന്തോഷമായിരിക്കും. ആ ഒരു ബന്ധത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുന്നു. ദൈവം നിങ്ങളെ വരുന്ന എൻഗേജ്മെൻറ്റിൽ ഇന്നിവിടെ ഉടമ്പടി ചെയ്ത് ഉറപ്പിച്ചു. ഇനി വിവാഹത്തിന് വേണ്ടി ദൈവസഭയും ദൈവമക്കളും ദൈവദാസന്മാരും ചേർന്ന് നിങ്ങളെ ഉപസമയത്തോടുകൂടി ഈ വരുന്ന 1-ാം തീയതി യോജിപ്പിക്കുമ്പോൾ സ്വർഗം അതിന് മുദ്രവയ്ക്കും. ഞങ്ങൾ ഒരുമിച്ച് അതിന് ആമീൻ പറയുവാൻ ബാധ്യസ്ഥരാണ്. എല്ലാവിധമായിട്ടുള്ള ആശംസകളും അനുഗ്രഹങ്ങളും കുടുംബജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിച്ച സന്താനപുഷ്ടിയുള്ളവരായി ദൈവസന്നിധിയിൽ നിറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നുവോ അതൊന്നുകൂടെ ഉരുവിട്ട് ആശംസകൾ അറിയിച്ച് പ്രാർത്ഥനയോടെ ഞാനും ഇരിക്കുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ക്ലോസിംഗ് പ്രെയറിനായിട്ട് നാം പോവുകയാണ്. എന്നാൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ധന്യമുഹൂർത്തത്തിന്
സാക്ഷിയാകുവാൻ ദൈവം ഞങ്ങൾക്കും കുടുംബമായി അവസരം നൽകിയതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രത്യേക അവസരത്തിൽ പ്രിയ ധന്യമോളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, മോൻ ജെസ്സിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ വേദിയിൽ വന്നിരിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിയല്ലോ. ഇന്നേക്ക് 44 വർഷത്തിന് മുമ്പ്, അഥവാ 1981 ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ബഹുമാനപ്പെട്ട കോശി സാറ് അടൂർ ഭാഗത്ത് നമുക്ക് ഒരു പ്രവർത്തനമുണ്ടാകണം, ഒരു സഭയുടെ തുടക്കം കുറിക്കണം എന്ന് വെച്ച് എന്നെയും മറ്റൊരു സഹോദരനെയും പ്രവർത്തനത്തിനായി അടൂർ ഹൈസ്കൂളിൻ്റെ ഭാഗത്ത് ആക്കുവാനിടയായി. അന്ന് എനിക്ക് കണ്ടുമുട്ടുവാനിടയായ, ഞാൻ ഇന്നും ബിനുമോനെന്ന, ജേക്കബ് എന്ന പേരെങ്കിലും ഞങ്ങൾക്ക് ബിനുമോനും അവൻ്റെ സഹോദരി ബില്ലമോളും അവർ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്താണ് അവരെ കണ്ടുമുട്ടുവാനിടയായി തീർന്നത്. അവരുടെ വാത്സല്യം മാതാപിതാക്കൾ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ കുഞ്ഞിച്ചായനും സൂസിയം മാമേ, അവർ മുഖാന്തരമാണ് അടൂർ ഹൈസ്കൂളിൻ്റെ ഭാഗത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ തുടക്കം കുറിക്കുവാൻ തക്കവണ്ണം ഇടയായത്. 44 വർഷങ്ങളായി ഈ കുടുംബവുമായി നല്ലൊരു സ്നേഹവും ബന്ധവും പുലർത്തുവാൻ കർത്താവ് ഇടയാക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. പ്രിയ ജേക്കബിൻ്റെ, അഥവാ ഞങ്ങളുടെ ബിനുമോൻ്റെ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം കൃപ നൽകി. ഇപ്പോൾ പ്രിയ ധന്യമോടെ എൻഗേജ്മെൻറ്റിലും പങ്കെടുക്കുവാൻ ദൈവം കൃപ നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടിച്ചേർപ്പാണ് ചില ദിവസങ്ങൾക്കുള്ളിൽ നടക്കുവാൻ പോകുന്നത്. മോൻ ജെസൻ്റെ പേര്, അതിൻ്റെ അർത്ഥം ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ ദ ലോർഡ് എക്സിസ്റ്റ് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ഒരു എബ്രായ പേരാണ് ജെസൻ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ദ ലോർഡ് എക്സിസ്റ്റ്, ആമേ, കർത്താവ് വസിക്കുന്നു. കർത്താവ് വസിക്കുന്നെങ്കിൽ ഇനി എന്നാ വേണം? എല്ലാം ഉണ്ട്. ധന്യമോൾ, ധന്യ എന്ന വാക്ക് മിക്കവാറും എല്ലാ ഭാഷകളിലും ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. ധന്യ എന്ന വാക്കിൻ്റെ അർത്ഥം മോസ്റ്റ് ബ്ലെസ്സഡ്, ഫോർച്ചുനേറ്റ്, ഹാപ്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട, സൗഭാഗ്യവതിയായ, സന്തോഷവതിയായ ഒരു മകളെന്നർത്ഥമാണ് ധന്യ എന്ന്. ഈ കുഞ്ഞുങ്ങളെ സർവകൃപാലുവായ ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ ചെയ്താൽ മെയ് മാസം 1-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷയിൽ കൂടെ അവർ കുടുംബജീവിതത്തിലേക്ക് കാൽ വെച്ച് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ കുടുംബജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് സഹകരിക്കുന്ന പ്രിയപ്പെട്ട ദയവായി അതാത് സ്ഥാനത്ത്, അതും ക്ലോസിംഗ് പ്രേയറിനായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. അവിടെ കുടുംബജീവിതത്തിന് അത് അനുഗ്രഹമായി മാറണം. എല്ലാ കണ്ണുകളെയും ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ? എനിക്കറിയാം വന്നുകൂടിയിരിക്കുന്നവരെല്ലാം പ്രാർത്ഥനയിൽ ഒത്തിരി വിശ്വാസമുള്ള ആളുകളാണ്, പ്രാർത്ഥിക്കുന്നവരുമാണെന്ന് എനിക്കറിയാം. കണ്ണുകളൊന്ന് അടച്ച് ഈ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം നമ്മുടെ മനസ്സിലൊന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയമോൻ ജെസ്സിന് വേണ്ടിയും പ്രിയമോൾ ധന്യയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരേണ്ടതിന് വേണ്ടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വൈകറായ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസൽ കൂടി വരുവാനും ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. കർത്താവെ, കടന്നും വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയും അങ്ങയുടെ തിരുസാന്നിധ്യം അടുത്തനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കിയ വൻ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങൾ മോൻ ജെസ്സിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ മേൽ ദൈവം പകരണമേ. അവൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങളെ എല്ലാം ഈ നിമിഷം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ ധന്യമോക്ക് വേണ്ടി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാവിധമായ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആ കുഞ്ഞിത്രത്തോളമായി തീരുവാൻ
ദൈവം കൃപ കൊടുത്തത് കൊണ്ട് സ്തോത്രം. ഏറ്റവും ഉയർന്നമായ ഒരു സ്ഥാനത്ത്, അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യത്ത്, ജോലിയുള്ള ബന്ധത്തിലും അവൾക്കായിരിക്കാൻ ദൈവം കനിഞ്ഞ് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. കർത്താവെ, രണ്ടുപേരെ ഞങ്ങളുടെ കരങ്ങൾ തന്ന് ഞങ്ങൾ ഒന്നുചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താവേ, തിരുഹിതമെങ്കിൽ വരവിന് താമസമെങ്കിൽ മെയ് മാസം 1-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഈ ദിവസങ്ങളുടെ യാത്രയിലും എല്ലാ ഇടപാടുകളിലും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പകർന്ന് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധന്യമോടെ പിതാവിന് വേണ്ടി, മാതാവിന് വേണ്ടി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും തൃക്കരങ്ങൾ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാരെയൊക്കെ ശുശ്രൂഷയ്ക്കായി ദൈവം അവരെ ഏൽപ്പിച്ച നിലയിൽ അവരുടെ കർത്തവ്യം നിറവേറ്റുവാൻ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിപ്പാൻ തക്കവണ്ണം അവിടുത്തെ മക്കളെയും ദൈവം അധികാരപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. എല്ലാ നിലയിലും പുണ്യനാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ആശ്രയോളം എഴുന്നേൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ശിഷ്യ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായി ആ നിലയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോടുകൂടെയും 1-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷയോടുകൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ഇനിയും ആഹാരത്തിൻ്റെ ക്രമീകരണം ഒരു വാക്കെന്ന് പറഞ്ഞോട്ട് ബഫേ മാത്രമാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ദയവായിട്ട് ബഫേ ഫുഡ് എടുത്തിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണമാണ്. താങ്ക് യു. ദൈവം എല്ലാവർക്കായിട്ട്. ഗോഡ് ബ്ലെസ് യു. Our love's a story being told. With each new day, a page unfolds. It's like new air for us to breathe. എല്ലാവർക്കും സ്നേഹവന്ദനം. ജസൻ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ജസൻ്റെ ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ കോയമ്പത്തൂരായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും ഒരു സൗഹൃദ ബന്ധവും സഹോദര ബന്ധവും പുലർത്തിയിരുന്ന വ്യക്തിയാണ് ജസൻ. ജസനും തന്നെയും ആരംഭിക്കുവാൻ പോകുന്ന കുടുംബജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് നയിക്കാനായിട്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു. A whole new world that we can be, and I never want to leave. So just stay here with me.
Hold on to me, and I'll hold on to you. As long as we are together, there's nothing we can't do. So stay close to me, and I'll stay